വെൽക്കം ബാക്ക് ടു ഏഗർ ലേണിംഗ്. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് എക്സാമിന് ചോദിക്കുന്ന ഇമ്പോർട്ടൻറ്റ് ഡിസ്കോഴ്സിൽ 5 to 6 മാർക്സിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ബ്ലോഗ് റൈറ്റിംഗ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു ബ്ലോഗ് എഴുതുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഏത് ലാംഗ്വേജിലാണ് നിങ്ങളുടെ ബ്ലോഗ് പോകേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ബ്ലോഗിൻ്റെ ഒരു ജനറൽ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ബ്ലോഗ് ആകുമ്പം നിങ്ങളൊരു ഹെഡ്ലൈൻ കൊടുക്കണം. ഹെഡ്ലൈൻ കൊടുത്തതിൻ്റെ താഴെ എന്ത് കൊടുക്കണം? യെസ്, ഡേറ്റ് കൊടുക്കണം ആൻഡ് എഴുതുന്ന ആളുടെ നെയിം കൊടുക്കാം. ഓക്കെ, അത് ചിലപ്പോൾ നിങ്ങളുടെ യൂസർ നെയിം ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ആദ്യം ഓർത്ത് വയ്ക്കുക. ബ്ലോഗിൽ ഹെഡ്ലൈൻ കൊടുക്കുക ആൻഡ് ഒരു ബൈലൈൻ കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് വരുന്ന ലാംഗ്വേജ് ശ്രദ്ധിക്കുക. ഐ വുഡ് ലൈക്ക് ടു ഷെയർ മൈ ഒപ്പീനിയൻ അബൌട്ട്. വളരെ കാഷ്വൽ ആയിട്ടുള്ള ഒരു ലാംഗ്വേജിലാണ് നമ്മുടെ ബ്ലോഗ് പോകുന്നത്. കാഷ്വൽ ലാംഗ്വേജ് ആണ്, അതേപോലെ ഇൻ്ററാക്റ്റീവ് ലാംഗ്വേജ് ആണ്. അപ്പോൾ നിങ്ങളൊരു ബ്ലോഗ് എഴുതുന്ന സമയത്ത് യു ആർ ആക്ച്വലി ടോക്കിംഗ് ടു ദി ഓഡിയൻസ് അല്ലേ. അപ്പോൾ ഒരു ഓഡിയൻസിനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള ഇൻറ്ററാക്റ്റീവ് ആയിട്ടുള്ള എൻഗേജിങ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജിലാണ് നിങ്ങളുടെ ബ്ലോഗ് പോകാനുള്ളത്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എംപവറിങ് വിമൻ. ഓക്കെ, അതിനെ പറ്റിയിട്ട് നമ്മളിപ്പോൾ ഒരു ബ്ലോഗ് എഴുതുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? യെസ്, നമ്മൾ ടൈറ്റിൽ കൊടുത്തു, ഡേറ്റ് കൊടുത്തു, എഴുതിയ ആളുടെ പേര് കൊടുത്തു, എന്നിട്ട് മൂവിങ് ഓൺ. Empowering women is the foundation of a prosperous and equitable society. When women are empowered, they can break free from the shackles of gender-based. അപ്പോൾ ബാക്കി നമ്മൾ എന്തൊക്കെയാണ് സ്ത്രീകളെ എംപവർ ചെയ്യാൻ വേണ്ടത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. Let us work together to make this vision a reality. Together we can empower the women. So as if നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ ആ ഓഡിയൻസിനെയും കൂടെ കുറച്ചുകൂടെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുകയാണ്. ഇപ്പം നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് പോയംസ് ഒക്കെ എന്ത് വന്നിട്ടുണ്ട്? ബ്ലോഗ് റൈറ്റിംഗ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഡ്രാസ്റ്റിക് ക്ലൈമറ്റ് ചേഞ്ചസ് ഫ്രം റൈസ് വന്നിട്ടുണ്ട്. അതേപോലെ എനി വുമൺ നിന്ന് എംപവറിങ് വുമൻ ബേസ് ചെയ്തിട്ടുള്ളത് വരാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ എന്ത് ബ്ലോഗ് വരികയാണെങ്കിലും നിങ്ങൾക്ക് ഇത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും? ഇപ്പോൾ ഇതൊരു ജനറൽ സ്റ്റാർട്ടിംഗ് ആണ്, പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെയും സ്റ്റാർട്ട് ചെയ്യാം. ഐ വുഡ് ലൈക്ക് ടു ഷെയർ മൈ ഒപ്പീനിയൻ അബൌട്ട് ദ നീഡ് ടു എംപവർ വുമൻ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ബ്ലോഗ് എന്ന് പറയുമ്പോൾ ഓർത്ത് വെക്കുക, ലാംഗ്വേജ് വുഡ് ബി കാഷ്വൽ, ഇന്ററാക്റ്റീവ് ആൻഡ് എൻഗേജിങ്. ഇത് മൂന്നും സെറ്റ് ആണെങ്കിൽ നമ്മുടെ ബ്ലോഗ് സെറ്റ് ആണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇഫ് യു ലൈക്ക് ദ വീഡിയോ അത് ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.